നമ്മുടെയൊക്കെ കൈകളിലുള്ള വെളിച്ചം പുസ്തകത്തിൻ്റെ ആദ്യ പേജ് മറിക്കുമ്പോൾ തന്നെ അതിൽ കുറച്ച് വിവരണങ്ങൾ കാണാവുന്നതാണ്. അതിൻ്റെ ഏകദേശം മധ്യഭാഗത്തായിട്ട് രണ്ടാമതൊരു കാര്യം പറയുന്നുണ്ട്. ഖുർആൻ്റെ കാഴ്ചപ്പാടിനെ കുറിച്ചാണ് അത് വിശദീകരിക്കുന്നത്. മനുഷ്യജീവിതം ഇവിടം കൊണ്ട് തീരുന്നതല്ല, നിത്യമായ പരലോക ജീവിതം ഉണ്ട് എന്നതാണ്. അവിടേക്കുള്ള ഒരു ചെറിയ സഞ്ചാരമാണ് ഏത് സമയത്തും തീരാവുന്ന ഈ ഭൂമിയിലെ ജീവിതം. ആ ചെറിയ കാലം സർവേശ്വരനായ ദൈവത്തിന് സമർപ്പിച്ച് അവനിൽ നിന്നുള്ള വെളിച്ചം അഥവാ സന്മാർഗം സ്വീകരിച്ച് ജീവിതം ക്രമപ്പെടുത്തി സ്വർഗപ്രവേശം നേടണമെന്ന് ഖുർആൻ എല്ലാ മനുഷ്യരോടും ആവശ്യപ്പെടുന്നു. ഇതാണ് അവിടെ പറയുന്നത്. ഒന്നാമത്തെ പേജിൽ നമുക്ക് 18-ാം ഘട്ടം വെളിച്ചം പുസ്തകത്തിലുണ്ടായിരുന്ന സൂറത്തുകളിൽ ഒന്നാണ് സൂറത്ത് യാസീൻ, അല്ലേ? അതിൽ ഖിയാമത്ത് നാളിനെക്കുറിച്ചും അതിലുണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ചും കൂടുതൽ വിവരിക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം ഈ ഒരു കാര്യത്തിൽ നാം ബോധവാന്മാരാണ് എന്നുള്ളത് വ്യക്തമായി ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. ഇവിടെ നടന്ന എല്ലാ പ്രഭാഷണങ്ങളുടെയും ആകത്തുക ചെന്നെത്തുന്നത് ഒരേ ഒരു പോയിന്റിൽ തന്നെയാണ്. എനിക്കും പറയാനുള്ളത് ആ പോയിന്റ് തന്നെയാണ്. കാരണം പരിശുദ്ധ ഖുർആൻ അതാണ്. ആധുനിക കാലഘട്ടത്തെ കുടുംബവും പരിശുദ്ധ ഖുർആനും നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരുപാടൊന്നും പല കാര്യങ്ങളിലേക്കും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ ഉദ്ഘാടന ഭാഷണത്തിൽ സൂചിപ്പിച്ച ആ ഒരു ദൈവത്തിൻ്റെ വിധി, ആ വിധിയിലുള്ള വിശ്വാസം എന്നുള്ളത് നന്നേ കുറഞ്ഞു പോയിരിക്കുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ അതിന് തിരശ്ശീല വീണു. അതിൽ 2-ാം ദിനത്തിൽ ഒപ്പന മത്സരത്തിനുള്ള വിദ്യാർത്ഥിനികൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാസങ്ങളായിട്ടുള്ള പ്രാക്ടീസ്, അതിനു പുറമെ അവർ ആ സ്ഥലത്തേക്ക് എത്തുകയും തകൃതിയായി അവരുടെ എല്ലാ രീതിയിലുള്ള മിനുക്ക് പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വളരെ പെർഫെക്റ്റായിട്ട് കളിക്കുന്ന മക്കളായിരുന്നു. ഒരിക്കൽ അവർ സ്കൂളിൽ നിന്ന് കളിച്ചപ്പോൾ അവരുടെ പരിശീലകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ കളി ഇതുപോലെ അവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി, അത്രത്തോളം മക്കൾ പെർഫെക്റ്റാണ് എന്നായിരുന്നു. അവർ അവരുടെ ചമയങ്ങളൊക്കെ ഇടുന്ന സമയത്ത് കൂട്ടത്തിൽ ഒരു മോൾ അവളുടെ കാല് ആ ക്ലാസ് റൂമിലുള്ള ഡെസ്കിൽ തട്ടിയിട്ട് ലിഗ്മെൻ്റ് അങ്ങ് മറിഞ്ഞു, തിരിഞ്ഞുപോയി. ഒപ്പനയാണ്, നമുക്കറിയാം. ഒരു കുട്ടി ഒപ്പനയിൽ നിന്ന് മാറി നിന്നാൽ അഭംഗിയായി. 6 കുട്ടികൾ കളിക്കേണ്ടിടത്ത് ലിഗ്മെൻ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനും പറ്റില്ല. മൊബൈൽ ICUയിൽ അവൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. 2 മണിക്കൂറോളം അവൾ ആശുപത്രിയിലാണ്. ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നു ഇനി കളിക്കാൻ പാടില്ല, കംപ്ലീറ്റ് ആയിട്ടുള്ള വിശ്രമമാണ് വേണ്ടത് എന്ന്. അധ്യാപകരും പരിശീലകരും വിഷമിച്ചതിനേക്കാൾ അപ്പുറം കൂടെ കളിക്കുന്നവർ വിഷമിച്ചിരിക്കുകയാണ്. കൂട്ടുകാരികൾ കണ്ണ് നിറഞ്ഞ് ഇനി എന്ത് എന്നുള്ള രീതിയിൽ ആലോചിച്ചിരിക്കുകയാണ്. സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ അടുത്തേക്ക് ഒരു ടീച്ചർ വന്നിട്ട് അള്ളാഹുവിൻ്റെ ഖദർ എന്താണ് എന്ന് വളരെ മനോഹരമായി ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് കണ്ടു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല നമ്മുടെ ജീവിതം കിടക്കുന്നത്. ജീവിതം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ പ്ലാൻ ചെയ്യുന്നത് പോലെയോ അവൻ വിചാരിക്കുന്നത് പോലെയോ അവൻ തീരുമാനിക്കുന്നത് പോലെയോ അല്ല. ജീവിതത്തിലെ ഓരോ സംഗതികൾക്കും പ്രപഞ്ചത്തിലെ ഓരോ ചലനങ്ങൾക്കും അള്ളാഹുവിൻ്റെ ഒരു ഖദർ ഉണ്ട്. ആ വിശ്വാസം നന്നേ കുറഞ്ഞു പോയിരിക്കുന്നുണ്ട്. കാരണം കൗൺസിലിംഗ് മേഖലയിൽ കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ ഇടപഴകുന്നത് കൊണ്ട് തന്നെ സത്യസന്ധമായിട്ട് പറയാലോ, ഒരു ക്ലയൻറ്റ് പോലും ടീച്ചറെ എൻ്റെ പരലോക ശിക്ഷയെക്കുറിച്ച് ഞാൻ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്, എനിക്ക് എൻ്റെ കിയാമത്ത് നാൾ അതെന്തായിരിക്കും, ആ കിയാമത്ത് നാളിൽ ഞാൻ എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് വല്ലാത്ത ആശങ്കയുണ്ട്,
ഞാൻ ഒരു തരം ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ നരകവാസിയാകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊന്നും വരാനിരിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ചോ ആ അന്തിമ ദിവസത്തെക്കുറിച്ചോ അതല്ലെങ്കിൽ പരലോക ജീവിതത്തെക്കുറിച്ചോ ഖബർ ശിക്ഷകളെക്കുറിച്ചോ ഒന്നും തന്നെ ആശങ്കപ്പെട്ടുകൊണ്ട് ആരും പറഞ്ഞിട്ടില്ല. ആശങ്കകൾ മുഴുവൻ ഇഹലോക ജീവിതത്തെക്കുറിച്ചാണ്. ഇഹലോക ജീവിതത്തിൽ വെട്ടിപ്പിടിക്കാൻ കഴിയാത്തതും നേടിയെടുക്കാൻ കഴിയാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ, അതിനെക്കുറിച്ചാണ് എല്ലാ വേവലാതികളും. അപ്പോൾ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ഇണകൾക്കും കുടുംബാംഗങ്ങൾക്കും അയൽപ്പക്കക്കാർക്കും മക്കൾക്കും ഒക്കെ പകർന്നും പറഞ്ഞും കൊടുക്കേണ്ടത്, ഒരു 100 വർഷം കഴിഞ്ഞാലും എന്താണ് സംഭവിക്കുക എന്നുള്ളത് അല്ലാഹ് വ്യക്തമായി പ്ലാൻ ചെയ്തിട്ടുണ്ട്. 100 വർഷം എന്നല്ല, ഈ ജീവിതം മുഴുവനായിട്ട് പ്രപഞ്ചത്തിലെ ഓരോ അണു മുതൽ ഏറ്റവും വലിയ ജീവി വരെയുള്ള എല്ലാത്തിനും, എല്ലാ സസ്യജന്തു ജീവജാലങ്ങൾക്കും എന്താണ് സംഭവിക്കുക എന്നുള്ളത് പടച്ചവൻ വ്യക്തമായി പ്ലാൻ ചെയ്തിട്ടുണ്ട്. സൂര്യചന്ദ്രാദികളും അവയെ അളക്കാനുള്ള ഡിവൈസുകളും മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങൾക്കുള്ള എല്ലാ തരത്തിലുള്ള നിയന്ത്രണത്തിനുള്ള ഉപകരണങ്ങളും അവൻ്റെ കയ്യിൽ സജ്ജമാണ്. ഈ ബോധ്യമാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടത്. അതുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഹൈറും ഷെറും അത് അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ളൊരു ഉറപ്പ് കുടുംബങ്ങളിൽ കിട്ടും. അപ്പോൾ സന്തോഷം വരുമ്പോൾ മതിമറന്ന് ആഹ്ലാദിക്കുകയും ദുഃഖം വരുന്ന സമയത്ത് അങ്ങേയറ്റം ഡിപ്രഷനിലേക്ക് പോകുകയും ചെയ്യില്ല. നമ്മൾ ഇന്നത്തെ വീടകങ്ങളിൽ കാണുന്ന ഒരവസ്ഥ ഇതുതന്നെയാണ്. ചെറിയൊരു സന്തോഷം തന്നെ ആയിക്കോട്ടെ, അതിന് ഒരുപാട് ആഘോഷങ്ങളാണ്. വലിയ വലിയ രീതിയിലാണ് അവർ ആ സന്തോഷത്തെ മതിമറന്ന് ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീരെ സങ്കടം സഹിക്കാൻ പറ്റാതെയും മനസ്സിന് എത്രത്തോളം ഫിസിക്കലായിട്ടുള്ള സൗകര്യങ്ങൾ, ഭൗതിക സൗകര്യങ്ങൾ അവരുടെയൊക്കെ വീടകങ്ങളിൽ ഉണ്ടെങ്കിലും ദുർബലപ്പെട്ടു പോകുന്ന മനസ്സുമായിട്ടാണ് ഈ പുതിയ തലമുറയിലെ കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഹൈറ് സംഭവിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് മാത്രം പറഞ്ഞ് ആവശ്യത്തിനുള്ള ഒരു സന്തോഷം മതിമറക്കാതെ, അതുപോലെ തന്നെ ഷെറ് സംഭവിക്കുമ്പോൾ, എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമ്പോൾ ക്ഷമ കൈക്കൊള്ളാനുള്ള ഒരു ബോധവും ഉണ്ടാകും. പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് ജീവിതത്തിൽ അതിനനുസരിച്ച് പകർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പാഠങ്ങളൊക്കെ വ്യക്തമായി കിട്ടാവുന്നതാണ്. ഇപ്പോൾ ഖുർആൻ്റെ വായന CM മൗലവി അവതരിപ്പിച്ച സമയത്ത് എല്ലാവരും ശ്രദ്ധാപൂർവം അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളൊക്കെ എത്രത്തോളം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് എന്നാണ് അവർ സൂചിപ്പിച്ചത്, ഹൃദയങ്ങളിലേക്ക് ഈ വാക്യങ്ങളെ ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് പുതിയ തലമുറയുടെ ആഭാസങ്ങളും അവരുടെ ചിന്തകളും അവരുടെ പ്രശ്നങ്ങളൊക്കെ നോക്കിക്കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കറിയാം, ആൺകുട്ടികളില്ല. ഇബ്രാഹിം എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകനെ അള്ളാഹു മരിപ്പിച്ചപ്പം നമുക്ക് തന്നിട്ടുള്ള ഒരു സന്ദേശം, ആ സന്ദേശം എന്താണ്? അള്ളാഹു അങ്ങനെ തന്നെയാണ് പ്രവാചകന്മാരെയും അവരുടെ തലമുറയെയും സംവിധാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്ക് തോന്നും മുഹമ്മദ് നബി അല്ലേ, അപ്പോൾ അവരാഗ്രഹിക്കുന്നത് പോലെയൊക്കെ ഒരു പക്ഷേ നടന്നേക്കാം എന്ന്. എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അബൂ ത്വാലിബ് മുസ്ലിം ആകണമെന്ന്. നിങ്ങൾ ഷഹാദത്ത് ചൊല്ലിക്കോളൂ, എന്നാൽ അള്ളാഹുവിൻ്റെ അടുത്തെത്തുമ്പോൾ എനിക്കത് പറയാമല്ലോ എന്ന് വരെ പറഞ്ഞു. ഇതിൽ നിന്ന് വ്യക്തമാണ്, ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നതല്ല നടക്കുക എന്നുള്ളത്. അള്ളാഹു ആഗ്രഹിക്കുന്ന രീതിയിൽ, അള്ളാഹു കണക്കാക്കിയ രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ നടക്കുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമാണ് അവൻ ഹിദായത്ത് നൽകുന്നത്. അൽഹംദുലില്ലാ, നമ്മൾ അതിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. നമ്മുടെ കൈകളിൽ പരിശുദ്ധ ഖുർആനുണ്ട്, നമ്മുടെ വീടകങ്ങളിൽ പരിശുദ്ധ ഖുർആനുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഇത്തരത്തിൽ മാനസിക ദൗർബല്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത്. അവരുടെ വേഷത്തെക്കുറിച്ചോ ഭക്ഷണ രീതിയെക്കുറിച്ചോ അതല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള പഠന കാര്യങ്ങളെക്കുറിച്ചോ കൂട്ടുകെട്ടിനെക്കുറിച്ചോ ഒന്നും കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല.
അത് എല്ലാവർക്കും അറിയാവുന്നതാണ്, പലയിടങ്ങളിൽ നിന്നും നമ്മൾ കേൾക്കുന്നതുമാണ്. ഇപ്പോൾ പുതിയ തലമുറ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുന്നില്ല, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നില്ല, കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു ദാസൻ്റെയും ഇച്ഛക്കനുസരിച്ചല്ല പ്രകൃതി സംവിധാനങ്ങൾ നടക്കുന്നത്. അതിന് അള്ളാഹുവിൻ്റെ കണക്കും ഖദറുമുണ്ട് എന്ന് സൂറത്ത് യാസീൻ 38-ാമത്തെ ആയത്തിൽ വ്യക്തമാണ്. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. അവിടെ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും പ്രവർത്തനങ്ങളെക്കുറിച്ച്, ചലനങ്ങളെക്കുറിച്ചാണ് ആ ആയത്തിലും അതിന് തൊട്ട് ശേഷമുള്ള ആയത്തിലൊക്കെ പറയുന്നത്. സൂര്യൻ അതിൻ്റേതായ ഒരു താവളത്തിലേക്ക് അഥവാ നിശ്ചിത അതിർത്തിയിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്നു. അത് സർവജ്ഞനായ പ്രതാപശാലിയായുള്ളവൻ വ്യവസ്ഥ ചെയ്ത് കണക്കാക്കിയതാണ്. ഈ കണക്കാക്കുക എന്നുള്ളൊരു വാക്കുണ്ടല്ലോ, ഉമ്മമാർ, പ്രിയപ്പെട്ട ഉമ്മമാരാണ് ഇവിടെ കൂടുതൽ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 3/4 സ്ത്രീകളാണ്. നമ്മുടെ ജീവിത വ്യവഹാരങ്ങൾക്കിടയിലുള്ള സംസാരങ്ങളിൽ എല്ലായ്പ്പോഴും ഇതിനെക്കുറിച്ചുള്ള ഒരു ഫീലിംഗ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നമുക്ക് മാത്രം എന്താ അമ്മ അങ്ങനെ, നമുക്കെന്താ അപ്പം അങ്ങനെ, നമ്മൾ മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയില്ലേ, ഞാനെന്താ ഇങ്ങനെ, എനിക്കെന്തുകൊണ്ട് അവരുടെ അത്ര പറ്റുന്നില്ല, എന്തുകൊണ്ട് എൻ്റെ ശരീരം ഇങ്ങനെ ആയിപ്പോയി, എന്തുകൊണ്ട് എൻ്റെ മുഖം ഇങ്ങനെ ആയിപ്പോയി. നമുക്ക് പരിശ്രമിക്കാനുള്ളതിൻ്റെ മാക്സിമം പരിശ്രമിക്കുക. അതിനുള്ള സംവിധാനങ്ങൾ പടച്ച തമ്പുരാൻ ഈ ഭൂലോകത്ത് മനുഷ്യൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ബാക്കി അലല്ല എന്ന് പറയാനുള്ള തവക്കുല്, ആ തവക്കുല് ചെയ്യാനുള്ള കരുത്ത് മുസ്ലിം കുടുംബങ്ങളിലെങ്കിലും ഇനി ഇവിടെ നിന്നങ്ങോട്ട് ഉണ്ടായിട്ടില്ലെങ്കിൽ ഇതാകെ താറുമാറാകും എന്നുള്ളത് ഉറപ്പാണ്. ഒരു 70% ആൾക്കാരും ഡിപ്രഷനോട് കൂടിയാണ് ജീവിക്കുന്നത്. ഒരാൾക്കല്ലെങ്കിൽ അടുത്ത ആൾക്ക് മാനസികമായ വലിയ സമ്മർദ്ദങ്ങളുണ്ട്. ആ സമ്മർദ്ദങ്ങൾ അയാളുടെ കുടുംബജീവിതത്തെ ബാധിക്കുന്നു, അയാളുടെ ജോലിയെ ബാധിക്കുന്നു, അയാളുമായിട്ട് ഇടപെടുന്ന ആൾക്കാരുടെ കാര്യങ്ങളിലേക്ക് അത് വ്യാപിക്കുന്നു. അങ്ങനെ ആ കുടുംബം തകരാറിലാകുന്നു. ഇപ്പം സൂര്യചന്ദ്രാദികളുടെ ഉദയാസ്തമങ്ങൾ, അവയുടെ ക്രമം അത് പടച്ചവൻ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്, നേരത്തെ കണക്കാക്കിയിട്ടുണ്ട്. ഇതിനോട് പൊരുത്തപ്പെട്ട് എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം നവയുഗത്തിലെ രക്ഷിതാക്കളും കുട്ടികളും അവരുടെ ജീവിതം ചിട്ടപ്പെടുത്തേണ്ടത്. ഈ ക്രമം, ഈ കണക്ക്, ഖദർ, അതിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉണ്ടാവണം. വളരെ ഉയർന്ന നിലയിൽ ജീവിച്ചു പോകുന്ന ഒരു കുടുംബം, ഉപ്പക്ക് നല്ല സാമ്പത്തിക സ്ഥിതിയുണ്ട്, ഗൾഫിലാണ്, ഉമ്മക്ക് ജോലിയുണ്ട്, മക്കളൊക്കെ നല്ല എഡ്യൂക്കേറ്റഡാണ്, അവർ നന്നായി പഠിക്കുന്നുണ്ട്, ഉയർന്ന പഠനത്തിലേക്കൊന്നും എത്തിയിട്ടില്ല, പക്ഷേ ഉള്ളതിൽ അവർ നല്ല രീതിയിൽ മാക്സിമം ഫസ്റ്റ് റാങ്ക് തന്നെ സ്കോർ ചെയ്തുകൊണ്ട് ക്ലാസ് റൂമിൽ പോകുന്നുണ്ട്, കാണാൻ നല്ല മൊഞ്ചുള്ള മക്കളാണ്, എല്ലാം കൊണ്ടും അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ എല്ലാ തൃപ്തിയും കിട്ടിയിട്ടുള്ള ഒരു കുടുംബം എന്നുള്ള രീതിയിൽ ജീവിച്ചു പോകുമ്പോഴാണ് ഉപ്പക്ക് ഒരു രോഗം പിടിപെടുന്നത്. ആ ഉപ്പയുടെ രോഗം എന്നുള്ളത് അല്ലാഹ് നൽകിയതാണ്. ആ രോഗത്തോടു കൂടി അവരുടെ വലിയൊരു സാമ്പത്തിക സ്രോതസ്സ് നിന്നു പോവാണ്. ഉപ്പ താളം തെറ്റിപ്പോവാണ്, ഉപ്പ രോഗശയ്യയിൽ കിടന്നു പോവാണ്. അതോടുകൂടി മക്കളും ഭാര്യയും മാനസികമായി തളരുന്നു. മക്കളുടെ പഠനത്തെ അത് ബാധിക്കുന്നു, അവരുടെ മറ്റ് വ്യവഹാരങ്ങളെ അത് ബാധിക്കുന്നു. അവർ ഫ്രസ്ട്രേറ്റഡ് ആവാണ്. എന്തുകൊണ്ട് ഞങ്ങൾക്ക് മാത്രം ഇങ്ങനെ സംഭവിച്ചു, ഇതിൽ നിന്ന് മുക്തമാവാൻ അവർക്ക് പറ്റാത്തൊരവസ്ഥ. അങ്ങനെ ആ കുടുംബത്തിനെ ഇതിലൂടെ മുന്നോട്ട് പോയി തവക്കുല് ചെയ്ത് ക്ഷമയോടുകൂടി ജീവിതം ക്രമീകരിക്കേണ്ട അവസ്ഥയിൽ നിന്നും 4-5 മക്കളുള്ള, നന്നായി പഠിക്കുന്ന മക്കളുള്ള അവർ തങ്ങളുടെ കുടുംബത്തിന് ഉപ്പക്ക് പടച്ചവൻ നൽകിയിട്ടുള്ള ഒരു വിധിയാണിത്. ആശ്വസിച്ച് സമാധാനിച്ച് ക്ഷമാപൂർവം പ്രാർത്ഥിച്ച് അവർക്ക് പഠിക്കേണ്ടത് അവർ പഠിച്ച്, അവർ ചെയ്യാനുള്ളത് അവർ ചെയ്ത്, അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന നിലയിൽ അവരെത്തുകയും അവർക്ക് നിഷേധിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അവർക്ക് കിട്ടാതെ പോയ ആ സാമ്പത്തിക സ്രോതസ്സ് വീണ്ടും തിരിച്ചു പിടിക്കാൻ അവർക്ക് കഴിയും. പക്ഷെ അതിലേക്ക് ആ 99% കഴിഞ്ഞ് ആ 100ാമത്തതിലേക്ക് എത്തുന്നില്ല, തളർന്ന് തിരികെ പോരുകയാണ്.
പ്രാർത്ഥിക്കാനും ക്ഷമയവലംബിക്കുവാനും മാത്രമല്ലാതെ ഈ അവസ്ഥയെ ആദ്യത്തെ പോലെ റിവേഴ്സ് ഗിയറിലിട്ടിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ഉപ്പക്ക് സുഖമില്ലാത്ത ആ അസുഖത്തെ മാറ്റാൻ അവരുടെ ഡിപ്രഷൻ കൊണ്ടോ അവരുടെ ഫ്രസ്ട്രേഷൻ കൊണ്ടോ സാധ്യമല്ല. അത് അള്ളാഹുവിന് മാത്രം സാധ്യമാകുന്ന കാര്യമാണ്. അപ്പോൾ നേരത്തെ ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ഓതുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, ലി കൈല തഅസു അലാമാ ഫാത്തക്കും. ഇവിടെ നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടത്തിൻ്റെ പേരിൽ ദുഃഖിക്കാതിരിക്കാനും നിങ്ങൾക്ക് അവൻ തരുന്നതിൻ്റെ പേരിൽ സ്വയം മറന്നു പോകാതിരിക്കുവാനുമാണത്. ആദ്യം സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ലഭിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ അമിതമായി ആഹ്ലാദിക്കാതിരിക്കുവാൻ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് നിങ്ങൾ നിരാശപ്പെടാതിരിക്കുവാനും വേണ്ടിയുള്ള ആ വിധിയിലുള്ള വിശ്വാസം. ഇത് പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഓരോരുത്തരും ആലോചിച്ച് നോക്ക്, പല സന്ദർഭങ്ങളിലായിട്ട് നമ്മുടെ വീടകങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണിത്. എന്തുകൊണ്ട് അങ്ങനെ പറ്റുന്നില്ല? ഇപ്പം നൂഹ് നബി കപ്പലിൽ കയറാൻ മകനോട് ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട്, പടച്ചോനെ എൻ്റെ അഹ്ലാണ് കേട്ടോ എന്ന് പറയുന്നുണ്ട്, എന്ന് ഒരുപാട് പരിതപിക്കുകയും ചെയ്തു. പക്ഷേ പടച്ചോന് ആ വെള്ളപ്പൊക്കത്തിൽ നിന്ന് നൂഹ് നബിയുടെ മകൻ രക്ഷിച്ചില്ല, രക്ഷിക്കാൻ കഴിയില്ല. കാരണം പടച്ചവൻ്റെ തീരുമാനത്തിന് വൈരുദ്ധ്യമാണത്. അപ്പോൾ നമ്മൾ അടിമകൾ, അള്ളാഹുവിൻ്റെ അടിമകൾ മനസ്സിലാക്കേണ്ടത് പടച്ചവൻ്റെ നിശ്ചയത്തിന് വഴങ്ങുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. ഈ ഒരു മനസ്സുറപ്പ് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ ആർക്കായാലും സമാധാനം അവരുടെ ജീവിതത്തിൽ കിട്ടും. അപ്പോൾ നമുക്ക് തോന്നും അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊന്നും ചെയ്യാനില്ലേ എന്നുള്ളത്. ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ കുടുംബത്തിലെ മക്കൾ നന്നായി പഠിക്കുകയും ഉയർന്ന നിലയിലെത്തുകയും നല്ല ജോലി കരസ്ഥമാക്കുകയും ചെയ്ത് അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആ സാമ്പത്തിക സ്ഥിതി തിരിച്ചെടുക്കാനും ആ പ്രതാപം തിരിച്ചെടുക്കാനും ഒക്കെ സാധിക്കും. അതോടുകൂടി അവർ നല്ലതുപോലെ റബ്ബിൽ തവക്കുൽ ചെയ്യുകയാണെങ്കിൽ, പ്രാർത്ഥിക്കുകയാണെങ്കിൽ, റബ്ബ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അസുഖവും ഭേദമാകും. ആ ഒരു അവസ്ഥയിലേക്ക് എത്തണം. പരിധി എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ ഒരു മനുഷ്യനൊരു പരിധിയുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് കുടുംബമായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അദ്ദേഹം ആദ്യം വിവാഹം കഴിക്കണം. അത് അയാളുടെ പരിധിയിൽപ്പെടുന്ന കാര്യമാണ്. വിവാഹം കഴിക്കണം. അതിനനുബന്ധമായ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വേണം. അദ്ദേഹത്തിന് അതിനുള്ള പ്രാപ്തിയും കഴിവും ഉണ്ടാവണം. ഇതൊക്കെ ഉണ്ടായിട്ടും ഒരു പക്ഷേ ചിലർ വിവാഹം കഴിച്ചാലും പ്രാപ്തി ഉണ്ടായാലും ഒരു പക്ഷേ സന്താന സൗഭാഗ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. തലമുറകളായിട്ട് അവരുടെ കുടുംബം വീണ്ടും വീണ്ടും മുന്നോട്ട് പോകണം എന്നില്ല. അങ്ങനെയും പരീക്ഷണങ്ങൾ ഉണ്ടാകാം, ഇങ്ങനെയും പരീക്ഷണങ്ങളുണ്ടാകും. അപ്പോൾ മനുഷ്യൻ്റെ പരിധിക്കനുസരിച്ച് ആ പരിധിക്കുള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യണം. അത് ചെയ്തിട്ട് മാത്രമാണ് പിന്നെ ബാക്കി റബ്ബിൽ തവക്കുൽ ചെയ്യേണ്ടത്. 10 മക്കളുള്ള 10 പെൺമക്കളുള്ള ഒരു പിതാവ് ഒരാശങ്കയില്ലാതെ ജീവിക്കുന്നുണ്ട്. പടച്ചോനിലുള്ള അപാരമായ തവക്കുലോണ്ടാണ് ആ ജീവിതം മുന്നോട്ട് പോകുന്നത്. എന്നാൽ 2 പെൺമക്കൾ മാത്രമുള്ള പിതാവും മാതാവും ആ മക്കളെ പ്രസവിച്ച അന്ന് മുതലേ ഇവരെ എങ്ങനെ വളർത്തും, ഏത് രീതിയിൽ വിവാഹം കഴിച്ച് പറഞ്ഞയക്കും എന്നുള്ള രീതിയിൽ അങ്ങനെയും ആശങ്കപ്പെടുന്നുണ്ട്. തവക്കുലുള്ള മനുഷ്യന്മാർ സമാധാനത്തോടുകൂടി പരിശുദ്ധ ഖുർആൻ എന്താണോ പറയുന്നത് അതിൽ ഉത്തമമായ ബോധം ഉൾക്കൊണ്ട് ജീവിക്കും. ഇപ്പോൾ മനോരോഗികളുടെ എണ്ണം ഇങ്ങനെ കൂടി വന്നു കഴിഞ്ഞാൽ മൊത്തം സൊസൈറ്റിയുടെ ജീവിതക്രമം തന്നെ തെറ്റും. അതുകൊണ്ടാണ് ചെയ്യപ്പെട്ട കൗൺസിലിങ്ങുകളിൽ ഒന്നും തന്നെ ഇത്തരം ആശങ്കകൾ ആരും പറഞ്ഞിട്ടില്ല. പരലോകത്തെക്കുറിച്ചുള്ള ആശങ്കകളോ ഖബർ ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്കകളോ പറഞ്ഞിട്ടില്ല. എൻ്റെ ജീവിതം ഞാൻ അവൻ്റെ കൂടെ ജീവിച്ചിട്ടില്ലെങ്കിൽ എന്താവും, എനിക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്താവും, അഥവാ ആ സമയമാകുമ്പോൾ എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്താവും, എൻ്റെ ഉപ്പയുടെ അസുഖം ഇങ്ങനെ മൂർച്ഛിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ബാക്കി ജീവിതം എന്താവും. മുഴുവൻ ഇഹലോകവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ മാത്രമാണ്. ആ പ്രയാസങ്ങളിൽ അവരുടെ മനസ്സിന് വേണ്ടത്ര ഉറപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും റബ്ബിൻ്റെ വിധിയിലേക്ക് മടങ്ങാനുള്ള കരുത്ത് കാണിക്കണം. മനുഷ്യൻ ഖേദിക്കുകയും മാനസിക വ്യതകളിൽ ഏർപ്പെടുകയും മനോരോഗിയാവുകയും ചെയ്യുന്നത് ഭൂരിഭാഗവും
നമ്മുടെ സമൂഹത്തിൽ ഇത്തരം വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 3 കാര്യങ്ങൾ: ആഗ്രഹങ്ങൾ, ആശകൾ, ആശങ്കകൾ. ആഗ്രഹിക്കാം, അതിനൊരു തെറ്റുമില്ല. ആഗ്രഹിച്ചത് ഒരു പക്ഷേ കിട്ടാം, ചിലപ്പോൾ കിട്ടാതിരിക്കാം. ആശിക്കാം, ആശിച്ചതൊരു പക്ഷേ കിട്ടാം, ചിലപ്പോൾ കിട്ടാതിരിക്കാം. ആശങ്ക, ആശങ്കപ്പെട്ടത് ഞാൻ ആദ്യം പറഞ്ഞ കേസിൽ അവൾ 2 മണിക്കൂറിന് ശേഷം ഒരിക്കലും ഇവൾക്ക് ഈ പെർഫോമൻസ്, ഒപ്പന എന്ന് പറയുന്ന പെർഫോമൻസ് സ്റ്റേജിൽ ചെയ്യാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. തിരിച്ചവളെ കൊണ്ടുവന്നു. കാലിന് മുഴുവൻ ക്യാപ്പ് ഇട്ടിട്ടാണ് കൊണ്ടുവന്നു. ഒരു കാല് മുഴുവൻ ക്യാപ്പാണ്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചതല്ല ആ കുട്ടി സ്റ്റേജിലേക്ക് തിരിച്ച് കയറുമെന്നുള്ളത്. അത്രത്തോളം കാലിളക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷേ അവരുടെ ലോട്ട്, അവരുടെ ചെസ് നമ്പർ ഏതാണോ അതിൻ്റെ തൊട്ടു മുന്നേയുള്ള ഒപ്പന അവിടെ അവതരിപ്പിക്കുന്ന സമയത്ത് ഇവർ ഡോക്ടറുടെ അടുത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് എക്സ്റേ എടുത്ത് ഓർത്തോയുടെ അടുത്ത് റിപ്പോർട്ടൊക്കെ വാങ്ങി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് മരുന്നൊക്കെ ആയിട്ട് തിരിച്ച് ആ കലോത്സവ വേദിയിലേക്ക് എത്തുകയും എനിക്ക് കളിക്കണമെന്നവൾ പറയുകയും അവിടെയുള്ള ആ അധ്യാപികമാർ അവളുടെ ക്യാപ്പ് അഴിച്ചിട്ട് ആ ലിഗ്മെൻറ്റിന് വേണ്ട സംവിധാനങ്ങൾ, ബാൻഡേജും തുണിയൊക്കെ വെച്ചിട്ട് അത് കെട്ടിക്കൊടുത്ത് സ്പ്രേ ഒക്കെ ചെയ്ത് വളരെ നല്ല രീതിയിൽ അവൾ ആ വേദിയിലേക്ക് കയറുകയും ഇടക്ക് വേദന വരുന്ന സമയത്തൊന്ന് മാറി നിന്ന് കൊട്ടും, അല്ലാത്ത സമയത്ത് അതിൽ തന്നെ കൂടിച്ചേർന്ന് അങ്ങനെ ആ ഒപ്പന അവൾ കളിച്ച് മുഴുവനാക്കുകയും അവർക്ക് അവരുടെ അർഹിക്കുന്ന രീതിയിലുള്ളൊരു സ്ഥാനം ലഭിക്കുകയും ചെയ്തു. അപ്പോൾ നോക്കൂ, നിങ്ങൾ ആശങ്കപ്പെട്ടിട്ടോ വേവലാതിപ്പെട്ടിട്ടോ വല്ല കാര്യമുണ്ടോ? ആ ആശങ്കപ്പെട്ട സമയം, സങ്കടപ്പെട്ട് ഡിപ്രഷനിലായിരിക്കുന്ന സമയം അങ്ങോട്ട് തീരും എന്നല്ലാതെ ഒരു പക്ഷേ വിധി മാറിയേക്കാം. പടച്ചോൻ എന്താണ് തീരുമാനിച്ചത് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പം അവിടെ മനസ്സ് ദുർബലപ്പെടാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കുടുംബങ്ങളിൽ നമുക്കുണ്ടാവേണ്ടത്. 1, 2, 3, 4 പ്രാവശ്യം എൻട്രൻസ് എഴുതിയിട്ടും വിചാരിച്ച കോഴ്സിന് കിട്ടിയിട്ടില്ല, MBBSന് കിട്ടിയിട്ടില്ല. റിപ്പീറ്റും സൂപ്പർ റിപ്പീറ്റും അതിനപ്പുറത്തുള്ള റിപ്പീറ്റും ചെയ്തു. ഇതൊന്നും കിട്ടാത്തത് കൊണ്ട് ഒരു തുണ്ടം കയറിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടതല്ല. അവിടെ എനിക്കെന്താണോ ഇത്രയും പ്രാവശ്യം എഴുതിയിട്ടും എനിക്ക് MBBS കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് കിട്ടിയ BDS ആയിരിക്കാം പടച്ചവൻ എനിക്ക് വിധിച്ചത്. ആ വിധിയെ അംഗീകരിക്കുകയും അതിൽ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയുമാണ് ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ആശങ്ക, ആശ, ആഗ്രഹം എന്ന് പറയുന്ന ഈ 3 സംഗതികൾക്കും ഒരു വിലയുമില്ല എന്നുള്ളതാണ്. പടച്ചോൻ്റെ പടപ്പുകൾക്ക് ഈ വിശ്വാസമാണ് വേണ്ടത്. ഖുർആൻ പഠിക്കുമ്പോൾ അതാണ് നമുക്ക് കിട്ടുന്നത്. ഖുർആൻ്റെ സത്ത അതാണ്. നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ, റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിന വദുരിയാത്തിന ഖുറത അയ്നിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. എന്താണ് ഈ പ്രാർത്ഥനയുടെ സാരാംശം? പടച്ചവനെ, ഞങ്ങളുടെ മക്കളിൽ നിന്നും ഇണകളിൽ നിന്നും ഞങ്ങൾക്ക് കൺകുളിർമ ലഭിക്കണേ. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ഇണക്ക് കൺകുളിർമ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഭർത്താവ് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ഭർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കൺകുളിർമയോടുകൂടി ഭാര്യയും നിൽക്കണം. ഭാര്യ ആഗ്രഹിക്കുന്ന തരത്തിലായിരിക്കണം ഭർത്താവും കയറി വരേണ്ടത്. ഇത് രണ്ടും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഡ്യൂട്ടിയാണ്. എന്നിട്ടും നമ്മൾ പടച്ചവനോട് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു പരിധി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നിട്ടും നമ്മൾ ആ കൺകുളിർമ ലഭിക്കണമേ എന്ന് പടച്ചവനോട് പ്രാർത്ഥിച്ച് അള്ളാൻ്റെ തൗഫീക്ക് ഉണ്ടെങ്കിൽ ആ കൺകുളിർമ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ അടുത്ത് ഏറ്റവും നല്ല രക്ഷിതാക്കളായി ഉമ്മയും ബാപ്പയുമായി നമ്മൾ നിലകൊള്ളുകയും നമ്മുടെ മക്കളും അതുപോലെ തന്നെ നല്ല കൺകുളിർമ, നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള സ്വഭാവശുദ്ധിയോടുകൂടി സംസ്കരണത്തോടുകൂടി നല്ല വിശ്വാസമുള്ള ആൾക്കാരായിട്ട് മക്കളായിട്ട് അവരും നിലകൊള്ളുകയും ചെയ്താലും റബ്ബിൻ്റെ തൗഫീക്ക് വേണം. അതുകൊണ്ടാണ് നമ്മൾ പടച്ചവനോട് ഈ കൺകുളിർമ നമുക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും നല്ല ഉത്തമരായ ആൾക്കാരിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെ, നമ്മുടെ ശരീരത്തിലെ, നമ്മുടെ ജീവിതത്തിലെ അനാവശ്യമായ എല്ലാത്തിനെയും വെട്ടിക്കളഞ്ഞാൽ നമ്മൾ ഉത്തമരായി. എല്ലാ തരത്തിലുള്ള ദുരഭിമാനങ്ങളെയും പൊങ്ങച്ചത്തെയും അസൂയയെയും മറ്റെല്ലാ രീതിയിലുള്ള മാനസികമായും ശാരീരികമായുള്ള എല്ലാ തിന്മയെയും വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉത്തമന്മാരായി മാറിയെങ്കിൽ കൂടിയും
വീണ്ടും നമ്മൾ പടച്ചവനോടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം അവിടെ അള്ളാഹ് നമുക്ക് കണക്കാക്കുകയും വേണം, അതോടൊപ്പം തന്നെ അള്ളാഹിൻ്റെ തൗഫീക്കും വേണം എന്നുള്ളതാണ്. ഉമർ ഖത്താബ് കൊല്ലപ്പെട്ടത് നമുക്കറിയാം മിഹ്റാബിൽ വെച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ കൊലപാതകം, അദ്ദേഹത്തിൻ്റെ നഷ്ടം സത്യവിശ്വാസികൾക്കാകമാനം, ഇവിടുത്തെ അന്നത്തെ മുസ്ലിങ്ങളായ എല്ലാ ആളുകൾക്കും അതുപോലെ തന്നെ വിശ്വാസികളായ എല്ലാ ആളുകൾക്കും വലിയ നഷ്ടം തന്നെയായിരുന്നു. പക്ഷേ നമ്മൾ അതിനെ നഷ്ടമായിട്ട് കാണുമ്പോഴും ഉമർ ഖത്താബിൻ്റെ മരണം ഉമർ ഖത്താബിന് എന്താണ്? വലിയൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യം അപ്പം ഈ ദുനിയാവിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഭംഗിയായി ചെയ്യുക, എന്നിട്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, അവൻ്റെ വിധിയിൽ വിശ്വസിക്കുക. ഞാൻ ഈ വിഷയം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാനുള്ള കാരണം, ഞാൻ പഠിക്കുന്നില്ല, എനിക്ക് പഠിക്കാനാവില്ല, പഠിച്ചിട്ട് കാര്യമില്ല, ആ കോഴ്സിന് ഞാൻ ചേർന്നിട്ട് കാര്യമില്ല, എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ തടസ്സം വരികയാണ്. ഈ രീതിയിലാണ് പുതിയ തലമുറയിലെ കുട്ടികൾ നമ്മളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവനവന് ചെയ്യാനുള്ള കാര്യങ്ങൾ പോലും അവർ ചെയ്യുന്നില്ല. അത് ചെയ്തിട്ടല്ലേ പിന്നെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക വേണ്ടത്. അപ്പം ചെയ്യാനുള്ള കാര്യങ്ങൾ പഠിക്കണം, ബിസിനസ് ചെയ്യണം, കൃഷി ചെയ്യണം, എന്താണോ വേണ്ടത്. ഒരു ഉമ്മയുടെ റോളിൽ ഇരുന്നു കൊണ്ട് ഉമ്മക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം. ഒരു ഭാര്യയായി ഇരുന്നു കൊണ്ട് അവൾക്ക് അവളുടെ ഭർത്താവിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ഭർത്താവിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ അവൾക്ക് പറ്റണം. ഭർത്താവും അതുപോലെ തന്നെ. എന്നിട്ടും ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് കിട്ടേണ്ട സപ്പോർട്ട് ഭാര്യയ്ക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെയാണ് അത് അള്ളാഹുവിൻ്റെ വിധിയാണ്, അള്ളാഹുവിൻ്റെ ഖദറാണ്, അള്ളാഹു എനിക്ക് കണക്കാക്കിയതാണ് എന്ന് ചിന്തിക്കേണ്ടത്. വീണ്ടും 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 കുടുംബങ്ങളിൽ ഈ പരിശ്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഭർത്താവ് ഭാര്യയ്ക്കും, ഭാര്യ തിരിച്ചു ഭർത്താവിനും. അല്ലാതെ ഒറ്റയടിക്ക് തന്നെ ഞാൻ ചെയ്തിട്ട് കാര്യമില്ല, എന്നെക്കൊണ്ട് പറ്റൂല എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ ഞാൻ വീണ്ടും പറയുന്നത്, 15 ദിവസമൊക്കെ ആയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. മോളെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന്. 15 ദിവസം മാത്രം അവർ ഒരുമിച്ച് ജീവിച്ചു നോക്കണ്ടേ? അവരെ കൊണ്ട് റബ്ബ് കണക്കാക്കിയ എന്തൊക്കെയോ പ്രയാസം ഒരു പക്ഷെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടാവാം. ആ പ്രയാസം എന്താണ്, അതിനെ നമുക്ക് തരണം ചെയ്യാൻ പറ്റുമോ എന്ന് രണ്ടുപേരും ഒരുമിച്ച് ഇരുന്ന് ആലോചിച്ച് പരിഹാരം കണ്ടെത്തി ജീവിച്ച് നോക്കുന്നതിന് പകരം ഒറ്റയടിക്ക് തന്നെ എനിക്കിത് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അറുത്ത് മുറിച്ചിടാൻ വേണ്ടി പറയാണ്. ഇതൊന്ന് ഒഴിവാക്കി തരണം എന്ന് പറയാണ്. ഞങ്ങൾ കണ്ട ജീവിതങ്ങളൊന്നും ഇങ്ങനെയല്ല, മീഡിയകളിലൂടെയാണ് അവർ കണ്ട ജീവിതങ്ങൾ. ആ ജീവിതങ്ങളൊന്നും ഇത്തരത്തിലല്ല, അതുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പവിത്രമായ ഒരു ചടങ്ങ്, ആ ചടങ്ങ് അതിലൂടെ എന്താണ്, ഇഹപര വിജയങ്ങൾക്ക് വേണ്ടി മരണം വരെ പടച്ചവനോട് അടിമപ്പെട്ട് സന്തോഷത്തിലും സങ്കടത്തിലും എല്ലാ ഇടങ്ങളിലും ഒരുമിച്ച് കഴിയുമെന്ന അചഞ്ചലമായ വിശ്വാസത്തോടു കൂടിയാണ് ഒരു വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതാണ് 2-3 ദിവസം കഴിയുമ്പോഴേക്ക് മടുപ്പ് വരുന്നു, അതിഷ്ടപ്പെടുന്നില്ല, അവൻ്റെ ആ സ്വഭാവം എനിക്ക് പറ്റുന്നില്ല, അവളുടെ ഈ ക്യാരക്ടർ എനിക്ക് പറ്റുന്നില്ല, എനിക്കതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് തീരെ അഡ്ജസ്റ്റ്മെൻറ്റ് പറ്റാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, എന്നിട്ട് വിധിക്ക് കീഴൊതുങ്ങിയിട്ട് ജീവിച്ചു നോക്കുക. അങ്ങനെയാണ് വേണ്ടത്. ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് അള്ളാഹുൽ വരമേൽപ്പിക്കാനല്ലേ പറഞ്ഞത്, അല്ലേ? കെട്ടിയിട്ടതിന് ശേഷം തവക്കുൽ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ കെട്ടിയിടാതെ കയറയച്ചിട്ടിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കുറ്റിയിൽ സ്ഥാപിക്കാതെ പടച്ചോൻ നോക്കിക്കൊള്ളല്ലോ എന്ന് വിചാരിച്ചതുകൊണ്ട് കാര്യമല്ല. ഈ ഒരു ചിന്ത ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പ്രഗ്നൻസി സ്റ്റേജൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ വല്ലാതെ പിടിവാശിയും, അതുപോലെ തന്നെ അവർ വളർന്ന് വലുതായി വരുമ്പോൾ അവർക്ക് ജീവിതത്തോട് പൊരുത്തപ്പെടാനൊക്കെ ഉള്ള പ്രയാസങ്ങൾക്ക് കാരണം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞിരിക്കുന്ന സമയത്ത് ഉമ്മക്ക് വേണ്ടാത്ത ആശങ്കകളാണ്, അനാവശ്യമായിട്ടുള്ള തോന്നലുകളാണ്. ഉമ്മ ആ സമയത്ത് ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ ആലോചിക്കുകയും ചിന്തിക്കുകയും നല്ലത് വായിക്കുകയും നല്ലത് കേൾക്കുകയാണ് ചെയ്യേണ്ടത്. അതിനു പകരം ആരൊക്കെയോ പറഞ്ഞ് പേടിപ്പിച്ചു വെച്ച ഒരുപാട് കാര്യങ്ങളും അനാവശ്യമായ ചില ചിന്തകളും കൊണ്ട് നടക്കുകയാണ്. അത് ആ കുട്ടിയുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ എന്ന് പറഞ്ഞാൽ ഒരു കടുകുമണിയുടെ 8-1 ആക്കിക്കഴിഞ്ഞാൽ എത്ര
എത്ര കുഞ്ഞ് പോയിൻ്റാണോ ഉണ്ടാവുക അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ ഗർഭാവസ്ഥയിലിരിക്കുന്ന ഒരു കുഞ്ഞ് അതിൻ്റെ ആദ്യഘട്ടങ്ങളിൽ. എന്നാലും ആ പോയിന്റിന്, ആ പാർട്ടിന് ഉപബോധ മനസ്സ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ആ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിലേക്കാണ് ഉമ്മയുടെ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ പോകുന്നത്. ഈ പ്രസവം കഴിയുന്നതോടുകൂടി എൻ്റെ ശരീരം പറ്റ മോശമാകുമോ, എനിക്ക് വല്ലാതെ വേദന അനുഭവപ്പെടുമോ, എനിക്ക് ഈ കുഞ്ഞിനെ മുന്നോട്ട് കൊണ്ടുപോയി ജീവിപ്പിക്കുന്ന സമയത്ത് എനിക്കിവനെ വേണ്ട രീതിയിൽ നോക്കാൻ കഴിയില്ലേ, എന്നെക്കൊണ്ട് ഇതിനാകുമോ എന്നുള്ള അനാവശ്യമായിട്ടുള്ള ഒരുപാട് ചിന്തകൾ. എന്നിട്ട് അതിന് പരിഹാരം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തും സെർച്ച് ചെയ്തും ആ കാലം തള്ളി നീക്കുകയാണ്. എന്നാൽ ഞാൻ ഈ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും മഹത്തായ ഒരു ദൗത്യമാണ്. അമ്മയാവുക. എന്നിലൂടെ ഈ ലോകത്തിനു വേണ്ടി സംസ്കാരമുള്ള ഒരു കുഞ്ഞ് പിറക്കാൻ പോവാണ്. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അവനെ റബ്ബിൻ്റെ മാർഗത്തിൽ വളർത്തും. എന്നിട്ട് എൻ്റെ ഖബറിലേക്കും ഞങ്ങളുടെ ഖബറിലേക്കും പ്രാർത്ഥന എത്തുന്ന തരത്തിൽ ഞങ്ങൾ ഈ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞാലും പടച്ചതമ്പുരാൻ ഞങ്ങളെ വിളിച്ചു കൊണ്ടുപോയാലും കാണാക്കാലത്തേക്ക് ഞങ്ങൾ അയക്കുന്ന ഒരു സന്ദേശമായിരിക്കണം ഞങ്ങളുടെ കുഞ്ഞ് എന്നുള്ള ചിന്തയിൽ ഒന്ന് ആ ഗർഭകാലം ആസ്വദിച്ചൊന്ന് മുന്നോട്ട് പോയി നോക്കൂ. എത്ര സുന്ദരമായിരിക്കും. ആ പ്രസവ വേദനയൊന്നും ഒരു വേദനയായിട്ട് തോന്നൂല. കാരണം ഞാൻ അനുഭവിക്കുന്നത് ഈ ലോകത്തിനു വേണ്ടിയാണ്, ഈ ലോകത്തിൻ്റെ താല്പര്യമാണ്. വർഗമുണ്ടാവുക എന്ന് പറയുന്നത് ഈ പ്രകൃതിയുടെ സംവിധാനമാണ്, അത് പടച്ചതമ്പുരാൻ സംവിധാനിച്ചതാണ് എന്നുള്ള രീതിയിലുള്ള ചിന്തകളുമായിട്ട് അതിലൊരാളായിട്ട് ഞാനും ഇതാ മാറാൻ പോകുന്നു. ഇതാണ് ഒരു ഉമ്മ ചിന്തിക്കേണ്ടത്. ഈ രീതിയിലാണ് അവരാ കാലം കഴിച്ചു കൂട്ടേണ്ടത്. അതിൻ്റെ തൊട്ട് മുന്നത്തെ സ്റ്റേജ് ഒന്ന് ആലോചിച്ചൊക്കെ. വിവാഹത്തിൻ്റെ കാര്യത്തിൽ പെൺകുട്ടികളെ കിട്ടാനില്ല എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ? ഇവിടെ അങ്ങനെ തന്നെയാണോ? പെൺകുട്ടികളെ കിട്ടാനില്ലാത്തത് കൊണ്ട് മാത്രമല്ല, പെൺകുട്ടികൾ വിവാഹ ജീവിതത്തിലേക്ക് വരാൻ വിമുഖത കാണിക്കുന്നതും കൂടി കൊണ്ടാണ് നമ്മുടെ ആൺകുട്ടികൾക്ക് ഇണകളെ കിട്ടാത്തത്. എന്തുകൊണ്ടാണ് ആ വിമുഖത? എന്തിനാണ് ആ മടി? അത് ആണിനും പെണ്ണിനും ഉണ്ട്. അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം, സ്വതന്ത്രമായിട്ട് നിൽക്കണം. സ്വതന്ത്രമായി നിന്ന് കഴിഞ്ഞാൽ ഈ ലോകത്ത് വരാൻ പോകുന്ന എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാം എന്നുള്ളൊരു തോന്നലാണ്. ഞാനൊരാൾക്ക് വിധേയത്വമുള്ളവളായി മാറിയാൽ, ഒരാൾക്ക് വേണ്ടി കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതം മുഴുവൻ അയാൾക്ക് വേണ്ടിയിട്ടായിരിക്കും. എന്നെ അവർ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഫ്രീഡം ഉണ്ടാവില്ല, എനിക്കെൻ്റെ ലൈഫ് ആസ്വദിക്കാൻ പറ്റില്ല. ഇത്തരം ഒരു തോന്നലിൽ നിന്ന്, വിവാഹ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറയിലെ മക്കൾ. ഈ ലോകം കണ്ടുപിടിച്ച ഏറ്റവും പുതിയ, ഈ മെഡിക്കൽ സയൻസ് കണ്ടുപിടിച്ച ഏറ്റവും പുതിയ രീതിയിലുള്ള മാറാരോഗം ഒരു പക്ഷേ ഇവർക്ക് പിടിപെട്ടാലോ? ജീവിതത്തിൻ്റെ സായം സന്ധ്യകളിൽ, സായാഹ്നങ്ങളിൽ ആരുണ്ടാവും കൂടെ? ആരെ വെട്ടിമാറ്റിയാലും, ഉമ്മയെയും ബാപ്പയെയും മക്കളെയൊക്കെ ഇങ്ങനെ പേരുകളെ വെട്ടിമാറ്റി കഴിഞ്ഞാലും, ഒരിണക്ക് അവളുടെ ഇണ കൂടെ ഉണ്ടെങ്കിൽ, ഒരു മനുഷ്യന് തൻ്റെ ഇണ കൂടെ ജീവനോടെ ഉണ്ടെങ്കിൽ അവരായിരിക്കും അവസാന കാലം വരെ ഉമ്മയെക്കാളേറെ, ബാപ്പയെക്കാളേറെ, മക്കളെക്കാളേറെ കൂടെ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ ഇപ്പോഴുള്ള ക്യാൻസറും അതുപോലെ തന്നെ ട്യൂമറോ, അതിനപ്പുറത്തേക്കുള്ള ബ്രെയിൻ സ്ട്രോക്കോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പുതിയ പുതിയ രോഗങ്ങൾ ഇവർക്ക് പിടിപെട്ട് കഴിഞ്ഞാൽ അവരുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആരുണ്ടാവും അവരുടെ കൂടെ? യാന്ത്രികമായ രീതിയിൽ വെസ്റ്റേൺസൊക്കെ ചെയ്യുന്നത് പോലെ നമ്മളുടെ ക്യാഷ് എടുത്തിട്ട് ആ ക്യാഷും കൊണ്ട് ഓൾഡ് ഏജ് ഹോമിലേക്ക് പോവാണ്. പ്രായമാകുമ്പോൾ അവർ തന്നെ നേരെ പോയിട്ട് അഡ്മിഷൻ എടുക്കുകയാണ്. ക്യാഷും കൊണ്ട് ഇങ്ങനെ പോകുന്നു, അഡ്മിഷൻ എടുക്കുന്നു, വൃദ്ധസദനത്തിൽ ചേരുന്നു. അവിടെയാണ് പിന്നെ ശിഷ്ടകാലം കഴിച്ചു കൂട്ടുന്നത്. ആ ഒരവസ്ഥ നമ്മളിലേക്കും വരാൻ പോവുക. വെസ്റ്റേണൈസേഷൻ ഒരുപാട് ഭാഗങ്ങളിൽ കണ്ടു തുടങ്ങി. നമ്മൾ ചിന്തിക്കാറുണ്ടായിരുന്നു ഒരു പക്ഷേ നമ്മുടെ അടുത്തേക്കൊന്നും ഇതൊന്നും വരില്ല, ഇവിടുത്തെ തലമുറയും കുട്ടികളൊന്നും ഇങ്ങനെ ആവില്ല എന്നുള്ളതൊക്കെ. പക്ഷെ ഇഷ്ടം പോലെ എന്തുമാവാം എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മുടെ തലമുറ മാറിക്കഴിയുകയും അവരുടെ ഒരു കാര്യത്തിലും രക്ഷിതാക്കൾക്ക് പോലും ഇടപെടാൻ പറ്റാത്തൊരവസ്ഥ വരികയും ചെയ്തു. അവരുടെ ഉള്ളിലുള്ള ചിന്ത ഇതാണ്: സ്വതന്ത്രമായിരിക്കണം. ലിബറലിസം നമുക്കറിയാം, അത് ഉപഭോഗ സംസ്കാരത്തിൽ നിന്നിങ്ങനെ വന്നു തുടങ്ങി ഇപ്പോൾ ഏറ്റവും അങ്ങേയറ്റത്തെ അവസ്ഥകളിലേക്ക് വരെ എത്തി. ഒരു രക്ഷയുമില്ല അതിൽ നിന്ന്, ഇവരുടെ ആ ചിന്തകളിൽ നിന്ന് ഇവരുടെ പിടിച്ചു മാറ്റാൻ ഒരു രക്ഷയുമില്ലാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങൾ. പരിശുദ്ധ ഖുർആൻ അറിയുകയും ആഴത്തിൽ മനസ്സിലാക്കുകയും
മനുഷ്യ ജീവിതത്തിനൊരു ദൗത്യമുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ, അതവർ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല, അവർ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് വരും. പടച്ചോൻ മനുഷ്യനെ ഭൂമിയിലേക്ക് അയക്കുന്ന സമയത്ത് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലൊരു നിർദ്ദേശം വലക്കും ഫിൽ അർലി മുസ്തഖറും വ മത്താഉൻ ഇലാഹീൻ. എന്താണത് പറയുന്നത്? ഭൂമിയിൽ നിങ്ങൾക്ക് താമസ സൗകര്യമുണ്ട്, നിശ്ചിത കാലം വരേക്കുള്ള ജീവിത വിഭവങ്ങളും. അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിലേക്ക് പോയിക്കൊള്ളുക. ഇന്നി ജാഇലും ഫിൽ അർലി ഖലീഫ. മനുഷ്യന് ഈ ഭൂമിയിൽ ചെയ്യാവുന്ന ദൗത്യങ്ങളുണ്ട്. അതിലൊന്ന് അവൻ കുടുംബമായി ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊന്ന് വെച്ച് നോക്കാം. നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള ശേഷി തന്നു. ഇപ്പോൾ മനുഷ്യരും മലക്കുകളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസത്തിൽ ഒന്ന് അതുതന്നെയാണ്. സ്വതന്ത്രമായി ചിന്തിക്കാനും തെറ്റും ശരിയും കണ്ടുപിടിക്കാനും അതിനെ വേർതിരിക്കുവാനും ഇഷ്ടമുള്ളതിലേക്ക് പോവാനുമുള്ള ഒരു സ്വാതന്ത്ര്യം പടച്ചവൻ മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട്. മലക്കുകൾക്ക് അങ്ങനെ കൊടുത്തിട്ടില്ല. പടച്ചോൻ എന്താണോ കൽപ്പിക്കുന്നത് അതാണ് അവർ, ആ നിർദ്ദേശത്തിനനുസരിച്ച് മാത്രമാണ് അവർ കാര്യങ്ങൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൻ്റെ കാവൽക്കാർ മലക്കുകളായിരിക്കും. പക്ഷെ ആ സ്വർഗത്തിൽ മലക്കുകൾ ഉണ്ടാവില്ല. നരകത്തിൻ്റെ കാവൽക്കാരായിട്ട് മലക്കുകൾ ഉണ്ടാവും. നരകത്തിലും മലക്കുകൾ ഉണ്ടാവില്ല. മനുഷ്യൻ ഇതിൽ രണ്ടിലും ഉണ്ടാവും. അതുകൊണ്ട് ജീവിത വിഭവങ്ങൾ നമുക്ക് നൽകിയിട്ടാണ് നമ്മളെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. ആ ജീവിത വിഭവങ്ങളെ വിനിയോഗിക്കാനുള്ള സ്വാതന്ത്ര്യവും നമുക്ക് അള്ളാഹു നൽകി. പക്ഷേ ആ വിഭവങ്ങളുടെ വിനിയോഗം എല്ലാം തന്നെ വിജയിച്ചു കൊള്ളണം എന്നില്ല. ഇപ്പോൾ ലുലു മാളിൽ, എറണാകുളത്ത് ലുലു മാളുണ്ട്, കോഴിക്കോടും വന്നു കഴിഞ്ഞു, നമ്മുടെ ജില്ലയിലും വന്നു കഴിഞ്ഞു ലുലു മാള്. ഇപ്പോൾ ലുലു മാളിൻ്റെ മുതലാളി അദ്ദേഹത്തിൻ്റെ മാക്സിമം അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ഇന്നോവേറ്റീവായിട്ടുള്ള എല്ലാ ഐഡിയകളും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതോടുകൂടി തന്നെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. ആ റബ്ബിൻ്റെ തൗഫീക്ക് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ് വിജയിക്കുന്നുണ്ട്. ചിലർക്കൊരു പക്ഷേ അങ്ങനെ ആ ബിസിനസ് വിജയിച്ചു കൊള്ളണം എന്നില്ല. വിനിയോഗം ചെയ്യാം, ചിലവഴിക്കാം, ബിസിനസ് ചെയ്യാം. അതിനുള്ള എല്ലാ വിഭവങ്ങളും പടച്ച തമ്പുരാൻ നമുക്ക് ഈ ഭൂമിയിൽ തന്നിട്ടുണ്ട്. പഠിക്കണം, പരിശ്രമിക്കണം, മത്സരിക്കണം. എല്ലാ മത്സരങ്ങളും വിജയിച്ചു കൊള്ളണം എന്നില്ല. അപ്പോൾ ആ വിധിക്ക് കീഴൊതുങ്ങുകയും ഭാഗ്യം എന്നുള്ളതിൽ വിശ്വസിക്കുകയും അതിനപ്പുറത്തേക്ക് ചിന്തിക്കാതിരിക്കുകയും വേണം. ചിന്തിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ തളരും, മനുഷ്യൻ തകരും. ഞാൻ ഇത്രത്തോളം ചെയ്തിട്ടും എനിക്കിങ്ങനെയാണ്. അവരൊക്കെ ചെയ്യുന്നു, അവർ വിജയിക്കുന്നു. ഈ തകർച്ചയും തളർച്ചയുമാണ് പുതിയ തലമുറയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ മാക്സിമം അവർ ചെയ്തിട്ടും അവർക്ക് ഒരു രക്ഷയും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പരിഹാരം നേരത്തെ പറഞ്ഞതുപോലെ ഹിയർ ഈസ് ഗോഡ്സ് പ്ലെൻറ്റി, ദൈവത്തിൻ്റെ എല്ലാം ഇതിലുണ്ട്. പരിശുദ്ധ ഖുർആനിലേക്ക് നിങ്ങൾ മടങ്ങൂ, അവിടെ നിങ്ങൾക്ക് എല്ലാത്തിനുമുള്ള ഉത്തരവുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ ടെൻഷനും കൊണ്ട് നടക്കുകയാണ്. എന്താലേ വെയിൽ ഇങ്ങനെ അറക്കുന്നു, മഴ നിർത്താതെ പെയ്യുന്നു, എത്ര ആയിട്ടും മഴ പോകുന്നില്ലല്ലോ, മഴ അവസാനിക്കുന്നില്ലല്ലോ, മഴ കൊണ്ട് മനുഷ്യൻ എത്രത്തോളം ദുരന്തങ്ങൾ ഉണ്ടായില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അനാവശ്യമായിട്ടുള്ള പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള ചിന്തയും കൊണ്ടിങ്ങനെ നടന്നെന്ന് വിചാരിച്ചിട്ട് ഈ പ്രതിഭാസങ്ങൾ നിൽക്കുമോ? പ്രതിഭാസങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കും. നമ്മുടെ ടെൻഷൻ ഒരു ഭാഗത്തും ഉണ്ടാവും. അതാണ് പറയുന്നത്. അതുകൊണ്ട് ആശങ്ക അവിടെ കിടക്കും. ഒരു സസ്യം അതിൻ്റെ പ്രായമായാൽ അത് പൂക്കും. അത് നമ്മൾ വിചാരിച്ചാൽ പൂക്കാതിരിക്കില്ല, നമ്മൾ വിചാരിച്ചാൽ അത് കായ്ക്കാതിരിക്കില്ല. ഈ പ്രകൃതിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇതിനൊരു ക്രമമുണ്ട്. അതിൽ നമ്മൾ ബേജാറായിട്ടൊരു കാര്യമില്ല. ബേജാറായിക്കഴിഞ്ഞാൽ, ആശങ്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ദുർബലരായിട്ട് മാറുക ചെയ്യാം. ആ ദുർബലതയാണ് നമ്മുടെ ഈമാനിനെ നഷ്ടപ്പെടുത്തുന്നത്. ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ മക്കളെ. നമസ്കാരമില്ല, മക്കൾക്ക് നമസ്കാരമില്ല. നമസ്കരിച്ചിട്ട് ഇപ്പം എന്താ? പടച്ചോൻ ഞങ്ങൾക്ക് തരുന്നില്ലല്ലോ, പടച്ചോൻ എന്നെ ഇങ്ങനെ ആക്കിയില്ലേ, ഇനി ഞാൻ എന്തിനാ നമസ്കരിക്കുന്നത്? അപ്പം അവിടെ പടച്ചോൻ എല്ലാം കൊടുത്തിട്ടും പരീക്ഷിക്കും, ഒന്നും കൊടുക്കാതെയും പരീക്ഷിക്കും. ഇത് രണ്ടും റബ്ബിങ്കിൽ നിന്നുള്ള പരീക്ഷണമാണെന്നുള്ള ബോധ്യം ആ കുട്ടികൾക്ക് കിട്ടണം. എൻ്റെ കൂട്ടുകാരി നന്നായി പഠിക്കുന്നുണ്ട്, അവൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അവൾക്ക് PSC കിട്ടി, നല്ല ഗവൺമെൻറ് സർവീസിൽ അവളെത്തി. ഞാൻ ഇന്നും ഈ പ്രൈവറ്റ് മേഖലയിൽ ഇങ്ങനെ ചെറിയ സാലറി ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് മാത്രം ഇങ്ങനെ ഒരു വിധി. ഞാൻ എന്തിനാ കുറേ നന്മ ഇനി ചെയ്യുന്നത്? ഞാൻ എന്തിനാ നമസ്കരിക്കുന്നത്? ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ആവുന്നത്? ഇത് രണ്ടും സമ്പത്ത് കൊടുത്തിട്ടും പരീക്ഷിക്കും, സമ്പത്ത് കൊടുക്കാതെയും പരീക്ഷിക്കും. അപ്പം അതിനനുസരിച്ചായിരിക്കും റബ്ബിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉണ്ടാവുക. ആ രീതിയിൽ നമ്മുടെ ഈമാൻ കുറയുന്ന അവസ്ഥയിലേക്കുള്ള ഒരു
ആശങ്കയാണ്, ദൗർബല്യമാണ്, മാനസിക ദൗർബല്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ ഈമാൻ എന്ന് പറയുമ്പോൾ അമ്ന് അല്ലേ, അമ്ന് എന്ന് പറഞ്ഞാൽ എന്താ? നിർഭയത്വം. ഈ നിർഭയത്വം, അമ്നിൽ നിന്നാണ് ഈമാൻ വരുന്നത്. അപ്പം നിർഭയത്വം നമുക്കുണ്ടാവണം. എന്ത് തന്നെ വന്നാലും എനിക്കൊരു പ്രശ്നമില്ല, എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്. ഇത് നമ്മളെ കുടുംബത്തിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. മോനെ, ഒരു ബേജാറും നീ ആവണ്ട, പടച്ചോൻ കാണും, പടച്ചോൻ നമ്മളെ കൂടെ ഉണ്ട്. അന്നെ ആരെങ്കിലും പ്രയാസപ്പെടുത്തിയിട്ടുണ്ടോ? ഉമ്മച്ചി എന്നും സ്കൂളിൽ പോയാൽ എനിക്ക് എതിരെ ഇവരിങ്ങനെ ഓരോ ആരോപണങ്ങൾ പറയാണ്, എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ എന്നെ ഈ രീതിയിൽ അവർ ചെയ്യുന്നത്? ഞാൻ മെൻ്റലി വല്ലാതെ തളർന്നു പോകുന്നുണ്ട്. മോനെ, നിൻ്റെ മനസ്സിൽ നിന്ന് ഉയരുന്ന ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, പടച്ചോനെ എന്തിനാ എന്നെ അവരിങ്ങനെ പ്രയാസപ്പെടുത്തുന്നത്? അത് ഈശ്വരനിലേക്കുള്ള നിൻ്റെ മനസ്സിൽ നിന്ന് ഉയരുന്ന ആ ഒരു പടച്ചോനെ എന്നുള്ള വിളി വരെ റബ്ബിലേക്കുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് പോണത്. റബ്ബ് അത് കാണും. നീ ഒരു പേടിയും പേടിക്കേണ്ട, നീ ധൈര്യപൂർവ്വം മുന്നോട്ട് പോയിക്കോ എന്നുള്ളൊരു ബോധം, ആ പാഠം അവർക്ക് കൊടുക്കണം. അതിനാദ്യം കൊടുക്കുന്ന രക്ഷിതാക്കൾക്കും അതുണ്ടാവണം. നമ്മൾ തന്നെ നമ്മുടെ സംസാരത്തിൻ്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്തോ ഒരു പരീക്ഷണമാണിത്, ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിവരാൻ നമുക്ക് പറ്റുന്നില്ലല്ലോ, ഒന്ന് കഴിയുമ്പോഴേക്ക് അതിൻ്റെ അപ്പുറത്തേക്കൊന്ന്. അത് റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ളത് കൊണ്ടാണ്, പടച്ചോന് ഏറ്റവും ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ വരുന്നത്. ഇത് മക്കളെ ബോധ്യപ്പെടുത്തണം, കുടുംബത്തെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ നിർഭയത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും അതിലൂടെ ഈമാൻ കുടുംബത്തിൽ ഉണ്ടാവുകയും വേണം. ഓരോരുത്തർക്കും അത് വേണം. ആശങ്കയില്ലാത്ത, അള്ളാഹുവിൽ പ്രതീക്ഷയുള്ള, ദുനിയാവിൻ്റെ ഏത് സംഗതികളെയും ധൈര്യപൂർവ്വം അഭിമുഖീകരിക്കാനുള്ളൊരു നിർഭയ ബോധം നമ്മുടെ കുടുംബത്തിൽ ഇവിടെ നിന്ന് അങ്ങോട്ടുണ്ടാകുമെന്നുള്ളൊരു ശപഥം നമ്മൾ എടുക്കണം. അതുണ്ടാക്കിയെടുക്കുകയൊക്കെയാണ് ഈ പരിശുദ്ധ ഖുർആൻ്റെ ദൗത്യം എന്ന് പറയുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ആ പരിശുദ്ധ ഖുർആനെ പരീക്ഷകളിലായിട്ടും പേപ്പറുകളിലായിട്ടും മാർക്കുകളിലായിട്ടൊക്കെ ഇങ്ങനെ പോവുക എന്നല്ലാതെ ഹൃദയത്തോട് ചേർത്ത് വെക്കാനോ മാംസത്തിലേക്കും മജ്ജയിലേക്കും രക്തത്തിലേക്കും തലച്ചോറിലേക്കും എടുക്കാനോ പറ്റുന്നില്ല. ചെറിയ സെൻറ്റിൻ്റെയൊക്കെ പ്രശ്നങ്ങൾക്ക് അതിർത്തി തർക്കങ്ങളുള്ള എത്ര ജ്യേഷ്ഠാനുജന്മാരുണ്ട്. കറക്റ്റ് 5:10 പള്ളിയിൽ പോകുന്നവരായിരിക്കും, സുബഹിക്കൊക്കെ ഏറ്റവും നേരത്തെ എത്തുന്നവരായിരിക്കും. എന്നോട് ഒരിക്കലും ഒരു കൗൺസിലിങ്ങിന് വരാൻ വേണ്ടി പറഞ്ഞു. അസറാകുമ്പോൾ പള്ളിയിലെത്താൻ പറഞ്ഞു. ഞാൻ അസറിന് പള്ളിയിലെത്തി. അവർ പറഞ്ഞ പള്ളിയിൽ ആ സ്ഥലത്ത് ഞാൻ എത്തി, വണ്ടിയൊക്കെ എടുത്തിട്ട് അവിടെ എത്തി. അസർ നമസ്കാരം, ചെറിയ പള്ളിയാണ്, ഒരു പ്രദേശത്ത്, ചെറിയൊരു കുഞ്ഞു പ്രദേശത്ത്. നമസ്കാരം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച ആൾ ഒരു വീട്ടിലേക്ക് ഇങ്ങനെ എന്നോട് വരാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വണ്ടിയായിട്ട് അദ്ദേഹം മുന്നിൽ പോയി, ഞാൻ ബാക്ക് പോയി. ആ വീട്ടിലെത്തിയപ്പോൾ ഈ പള്ളിയിൽ നിന്ന് കണ്ട 67 വയസ്സുള്ള ഒരു ഉപ്പപ്പയും 60 വയസ്സുള്ള ഒരു ഉമ്മമ്മയും ആ വീട്ടിലിരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു കുട്ടികൾ ഇപ്പം ഇറങ്ങി വരികയായിരിക്കും, മേലെ നിന്ന് അവരുടെ പേരമക്കളെ മറ്റോ കൗൺസിലിംഗ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ അവരുടെ മക്കളെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഇത്രത്തോളം 5:10 കറക്റ്റ് സമയത്തിന് പള്ളിയിൽ പോയി റബ്ബിനോട് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്ന, പരിശുദ്ധ ഖുർആൻ നിരന്തരമായി ഒരുപാട് പ്രാവശ്യം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ 67ഉം 60ഉം വയസ്സുള്ള ദമ്പതികൾക്കിടയിലാണ് വിഷയം. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമായിരുന്നു അത്. അവിടെയും പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, ആ പ്രായം എന്നൊക്കെ പറഞ്ഞാൽ റബ്ബാണ് കണക്കാക്കുന്നത് എങ്കിലും ജീവിതത്തിൻ്റെ ഒരു സായം സന്ധ്യയോട് അടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. ഏത് സമയത്താണെങ്കിലും നമ്മുടെ ഉള്ളിൽ ഭക്തിയും ചിന്തയും ബോധമൊക്കെ വേണം. എന്നിരുന്നാലും ഇവരുടെ ഇടയിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ഇപ്പോഴും ഇത്തരത്തിലുള്ള കച്ചറ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യാനുള്ള കർമ്മങ്ങൾ ഒരു ഭാഗത്ത് അങ്ങനെ ചെയ്യുകയും ചെയ്യുക. വേണ്ട രീതിയിൽ ഹൃദയത്തെ വിശാലപ്പെടുത്താൻ, അതുപോലെ തന്നെ മനസ്സിനെ വാകപ്പെടുത്താൻ, ദൗർബല്യങ്ങളിൽ നിന്ന് മാറാൻ, ഈ പറയുന്ന നിർഭയത്വം ഉണ്ടാക്കാനൊന്നും മനുഷ്യൻ ശ്രമിക്കുന്നില്ല. ഒരുപാട് പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, കേൾക്കുന്നവർ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് ചിന്തക്കും ചർച്ചക്കും വിധേയമാക്കേണ്ടതാണ്. ജീവിതത്തിനൊരു പ്രായമുണ്ട്, മുതിർന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഏത് പ്രായത്തിലാണോ ആ പ്രായത്തിൽ പുഷ്പിക്കാൻ പറ്റണം. 63 വയസ്സാണെങ്കിൽ 63 വയസ്സിൽ ഏതൊക്കെ രീതിയിൽ എനിക്ക് പുഷ്പിക്കാൻ പറ്റുമോ, മക്കളും പേരമക്കളെയും കൂട്ടി അവരുടെ കൂടെ കളി തമാശ പറഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ ഏത് രീതിയിലാണോ എനിക്ക് പറ്റുക ആ രീതിയിൽ ഓരോ പ്രായത്തിലും തിളങ്ങുന്ന നക്ഷത്രമായിട്ട് മാറണം. കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞു പ്രായത്തിൽ ഏറ്റവും നന്നായി തിളങ്ങുന്ന നക്ഷത്രമായി മാറാം. പുഷ്പിക്കുക. ജീവിതത്തിന് ഒരു എയിമും ഏജും പഠിച്ചോൻ തന്നിട്ടുണ്ട്. ഓരോ ഏജിലും അവൻ പുഷ്പിക്കേണ്ടതാണ്. എയിം എന്ന് പറയുമ്പം മനുഷ്യൻ്റെ ജനനം അവരുടെ കണക്കിലല്ല. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാനൊരാണായിരുന്നെങ്കിൽ, ഞാൻ എൻ്റെ ഉമ്മയുടെ വയറ്റിലിരിക്കുന്ന സമയത്ത് ഞാൻ ആഗ്രഹിക്കുക, എൻ്റെ ജീവിതമാണ്, എൻ്റെ കാര്യമാണ്, അതുകൊണ്ട് എനിക്കൊരാണായിട്ട്, എൻ്റെ വീട്ടിലെ മൂത്ത കുട്ടിയാണ്, അതുകൊണ്ട് എനിക്കൊരാണായിട്ട് പുറത്തു വരണം. എനിക്കൊരു പരിധിയില്ല അതിൽ.
എൻ്റെ ഉമ്മ ചിന്തിക്കുകയാണ് എൻ്റെ വയറ്റിൻ്റെ ഉള്ളിലല്ലേ എൻ്റെ കുഞ്ഞല്ലേ, അതുകൊണ്ട് ഇതൊരു ആൺകുട്ടിയാവട്ടെ. എൻ്റെ ഉപ്പ ചിന്തിക്കുകയാണ് നമ്മുടെ കയ്യിലേ അല്ല ജനനവും മരണവും, പക്ഷെ ജീവിതം എന്ന് പറയുന്നത് അത് നമ്മുടെ കൈകളിലെ ഉള്ളിൽ കൊള്ളിക്കാവുന്നതാണ്. അതുകൊണ്ട് ആ ജീവിതത്തിൽ എന്താണോ ജീവിത ദൗത്യം അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം. ഇങ്ങനെ ഒരു ശാപമല്ല, ജനനം ഒരു ശാപമല്ല, അത് അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോകണം. നിക്കാഹ് നിശ്ചയിച്ച് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഉമ്മയും ബാപ്പയും അറിയാതെ കത്തിയുമായിട്ട് റൂമിൽ പോയ മോളുണ്ട്. ഭർത്താവും ഭർത്താവിൻ്റെ കുടുംബക്കാരും കാത്തിരിക്കുകയാണ് പുതുവസ്ത്രം, അവർക്കുള്ള കല്യാണ വസ്ത്രമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ മകള് കത്തിയുമായിട്ട് റൂമിൻ്റെ ഉള്ളിലാണ്. ഇതിനൊക്കെ കാരണങ്ങളുണ്ട്, എല്ലാത്തിനും വ്യക്തമായ കാരണങ്ങളുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഇല്ലാത്തത് ഈ നിർഭയത്വമാണ്. അപ്പോൾ എല്ലാവരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം, മക്കളെ വിവാഹപ്രായം എത്തുമ്പോൾ വിവാഹം കഴിക്കുക എന്നുള്ളത് ജീവിത ദൗത്യത്തിൻ്റെ ഭാഗമാണ്. ഒരു സസ്യം അത് പ്രായമായാൽ പൂവിടും, ആ പൂവ് അതിൻ്റെ പ്രായമായി കഴിഞ്ഞാൽ അതിന് കായാവും, ആ കായ് അതിൻ്റെ പ്രായമായി കഴിഞ്ഞാൽ അത് പഴുക്കും, ആ കായ അതിൻ്റെ അങ്ങേ അറ്റത്തെ പ്രായമായി കഴിഞ്ഞാൽ ഞെട്ടറ്റു വീഴും. ഇതോടുകൂടി ആ കായയുടെ ദൗത്യം അവസാനിക്കുകയാണ്. ഇതുപോലെ ഓരോരുത്തർക്കും അവരുടെ ജീവിതത്തിൽ കുഞ്ഞാകുന്നു, പെൺകുട്ടിയാകുന്നു, അവൾ ഋതുമതിയാകുമ്പോൾ അവൾ എനിക്കിത് വേണ്ട, എൻ്റെ ഇത് സംഭവിക്കാൻ പാടില്ല എന്ന് തടുത്തു നിർത്തിയിട്ട് ഒരു കാര്യമില്ല, സംഭവിച്ചിരിക്കും. അവളുടെ ഉള്ളിൽ അതിൻ്റേതായ രീതിയിലുള്ള ഫീലിങ്സും വന്നിരിക്കും. കാരണം അത് അള്ളാഹുവിൻ്റെ നിശ്ചയമാണ്. ആ തീരുമാനത്തെ തടുക്കാൻ ഒരിക്കലും സാധ്യമല്ല. അപ്പം അതുകൊണ്ട് അത്തരത്തിൽ തന്നെ ജീവിതമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് വിവാഹപ്രായം എത്തുമ്പോൾ വിവാഹം കഴിക്കുക, കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കാൻ പറ്റിയ ഒരു രീതിയിലാവുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ ആ കാര്യങ്ങൾ നമ്മുടെ തലമുറ വളർത്തിയെടുക്കുന്നത് അത് ഈ ഒരു പ്രകൃതിയുടെ സംവിധാനത്തിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ആ പ്രായം അത് കഴിഞ്ഞ് ഒരു ഉമ്മയായി മാറുമ്പം ഉമ്മയുടെ ദൗത്യം ഉമ്മ ചെയ്യുക, ഉപ്പയുടെ ദൗത്യങ്ങൾ ഉപ്പ ചെയ്യുക. കാരണം പടച്ച തമ്പുരാൻ നമ്മളെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചപ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ധർമ്മവും ദൗത്യവും തന്നിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ദൗത്യങ്ങളുടെയും ധർമ്മങ്ങളുടെയും കാര്യത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് മനുഷ്യരാണ്. മനുഷ്യൻ്റെ നിയമം അത് അവന് വശപ്പെടുത്തി കൊടുത്തിരിക്കുന്നുണ്ട്. അവന് ചിന്തിക്കാനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ശേഷി ഉള്ളത് കൊണ്ട് തന്നെ അവനെ പടച്ചവൻ ആദരിച്ചിട്ടുണ്ട്. വലക്കത് കറംനാ ബനി ആദം, അല്ലേ? ആദമിൻ്റെ സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. ആദരിക്കപ്പെട്ട വ്യക്തിത്വമുള്ള മനുഷ്യനായി മാറിയ നമ്മൾ, ആ മനുഷ്യർ ചിന്തിക്കുകയും തങ്ങളെ എന്തിനാണോ ഈ ഭൂമിയിലേക്ക് ജന്മദൗത്യം എന്താണോ അത് നിർവഹിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നാശത്തിൽ പെടും എന്നുള്ളത് ഉറപ്പാണ്. മനുഷ്യൻ അത്രത്തോളം ശ്രേഷ്ഠനാണ്. വാനവും ഭൂമിയും സയൻസും ഫിസിക്സും എല്ലാം കീഴടക്കാനുള്ള ശേഷി അവനുണ്ട്. ആ ദൗത്യം നിർവഹിക്കുകയും കമ്മിറ്റഡായി ജീവിക്കുകയും ഓരോ ഘട്ടത്തിലും പുഷ്പിക്കുകയും തൻ്റെ അവസാനം വരെ ഏറ്റവും സന്തോഷത്തോടുകൂടി, ജനനവും മരണവും നമ്മുടെ കയ്യിലല്ലെങ്കിലും ജീവിതം എൻ്റെ കയ്യിലാണ് എന്നുള്ളൊരു ബോധത്തോടു കൂടി, പരാജയപ്പെട്ടാലും അത് അള്ളാഹുവിൽ നിന്നുള്ള ഖദറാണ്, വിജയിച്ചാലും അത് റബ്ബിൽ നിന്നുള്ള ഖദറാണ് എന്ന് മനസ്സിലാക്കിയാൽ അവൻ ആത്യന്തികമായ വിജയത്തിലേക്ക് എത്തിപ്പെടും. അതുകൊണ്ട് ജീവിതത്തെക്കുറിച്ചുള്ള തെറ്റായ കാഴ്ചപ്പാടുകൾ തിരുത്തുക, അതിനുള്ള പരിശീലനം കുടുംബങ്ങളിൽ ചെറുപ്പം മുതലേ തന്നെ നൽകുക, അറിഞ്ഞ് അനുഭവിച്ച് ആസ്വദിച്ച് ജീവിക്കുക, ഭയത്തോടു കൂടിയല്ല സന്തോഷത്തോടു കൂടി മരണത്തെ ഓർക്കുക. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ അവസാനം ഏറ്റവും സുന്ദരമാക്കണം എന്നുള്ള ചിന്തയോടുകൂടി ജീവിതത്തിൻ്റെ ഓരോ കർമ്മങ്ങളിലും ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോവുക. റബ്ബുൽ ആലമീനായ തമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പടച്ച തമ്പുരാൻ വിട്ടുപുറത്തു മാപ്പാക്കി തെരുമാറാകട്ടെ. നമ്മളിൽ നിന്നും വേർപെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇന്ന് ഈ വെളിച്ചം സംഗമത്തിന് ഇവിടെ എത്തേണ്ടിയിരുന്ന ഒരുപാട് പേര്, അവരെയും നമ്മളെയും പടച്ച തമ്പുരാൻ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഈ ഒരു എറണാകുളം ജില്ലയുടെ ഈ ഒരു സംഘാടകർ ഇത്രത്തോളം ഇതിനെ എത്തിക്കുകയും അതുപോലെ തന്നെ ഈ സംഘടനയെ എവിടെയും വിടാതെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. പടച്ച തമ്പുരാൻ ആ സംഘാടകർക്കും നമുക്കും എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഹൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.